മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റു. പട്ടികയിലുണ്ടായിരുന്ന മുൻനിര നേതാക്കളെയെല്ലാം പിന്തള്ളിയാണ് രാജീവ് കേരളത്തിൽ ബി.ജെ.പിയെ നയിക്കാനെത്തുന്നത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് സംസ്ഥാന പ്രസിഡന്റായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റു. കേരളത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുമായാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. 2ാം മോദി സർക്കാരിൽ ഐ.ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. വ്യോമസേന എയർ കമ്മഡോർ, തൃശൂർ ദേശമംഗലം സ്വദേശി എം.കെ. ചന്ദ്രശേഖറിന്റെയും ആനന്ദവല്ലി അമ്മയുടെയും മകനായി ജനിച്ച രാജീവ് വിദ്യാഭ്യാസത്തിന് ശേഷം അമേരിക്കയിലെ ഇന്റൽ കമ്പനിയിൽ ജോലി ചെയ്തു. ബി.പി.എൽ ഗ്രൂപ്പ് ചെയർമാൻ ടി.പി.ജി. നമ്പ്യാരുടെ മകളുമായുള്ള വിവാഹത്തിന് ശേഷം ബി.പി.എല്ലിന്റെ മൊബൈൽ ഫോൺ കമ്പനിയും ജൂപ്പിറ്റർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ് കമ്പനിയും തുടങ്ങി. വ്യവസായ പ്രമുഖനിൽ നിന്ന് സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവിലൂടെ കേരള പാർട്ടിക്ക് പ്രൊഫഷണൽ ശൈലി കൈവരുമെന്നാണ് ബി.ജെ.പി കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7.